എല്ലാവരും ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് വരിക. അപ്പൊ അതിലൊരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ ഓയിൽ തലയിൽ തേച്ചിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ടും ഹെയറിൽ പൊടിയും അന്തരീക്ഷത്തിലുള്ള പലതരം പൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ഹെയറിൽ ഡെപ്പോസിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ ഹെയറിൽ ഇത്രയധികം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഹെയർ ഗ്രോത്തിനെ അത് ബാധിക്കും. പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ അത് കാരണമാവും. അതേപോലെ ഡാൻഡ്രഫ് ഒക്കെ ഒരുപാട് വരാനും പെയിൻ ശല്യം കൂടാനും ഒക്കെ ഇത് കാരണമാവും. അപ്പൊ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോപ്പറായ രീതിയിൽ ഹെയർ ഓയിലിംഗ് ചെയ്യാം? ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മുടെ ഷോർട്സിൽ അത് മുഴുവൻ പറയാൻ പറ്റാത്തത് കാരണം ഞാൻ ലോങ് വീഡിയോ ഇതിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.